ഈ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ, പണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഭയങ്കര സുഖമാണെന്നൊക്കെ. അതെല്ലാവരും പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഇടയ്ക്ക് പറയും, നിങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമല്ലേ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു VIP പെട്ടി ഉണ്ടായിരുന്നു അച്ഛന്. അതിലൊരു നമ്പർ ലോക്കാണ്, 3 അക്കമേ ഉള്ളൂ ആ ലോക്ക്, നമ്പർ ലോക്ക്. അത് മറന്നു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ അച്ഛൻ. ആ അച്ഛൻ ഇന്ന് ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണെന്ന്. നോക്കൂ, എൻ്റെയൊക്കെ ഇപ്പോൾ ഫോണിൽ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്. ഇപ്പം നമ്മുടെ ബാങ്കിൻ്റെയൊക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമുക്കതുകൊണ്ട് സഹായിക്കും. പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയൊക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ കഴിക്കുന്ന 2 പൂരി ഒരു കിഴങ്ങേറിയും കട്ടുകൊണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ? എങ്കിലും നമ്മളെ കൊണ്ട് ഇവരൊരു പാസ്വേഡ് ഇടിക്കും. പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ? ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? നമ്മൾ പാസ്വേഡ് അടിക്കും, എങ്ങനെ പോലും മറന്നു പോകും. അത് മറന്നു പോകാനൊരു കാര്യമുണ്ട്. എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ടോ അതിൻ്റെ തൊട്ട് താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ മറക്കുമെന്നുള്ളത് അവർക്കറിയാം. അപ്പം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും, ദിസ് ഈസ് ടു ഈസി. നമുക്ക് ഈസി ആണെന്ന് പുള്ളിയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഓർമ്മശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ പറയും, ഒരു അക്കം കൂടെ ചേർത്തു, ഒരു അക്ഷരം കൂടെ ചേർത്തു, ഒരു ചിഹ്നം കൂടെ ചേർത്തു. അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്നൊരു പാസ്വേഡ് ഇവർ തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും. പഴയത് അടിക്കാൻ പറഞ്ഞാൽ തുടങ്ങും, ലാസ്റ്റ് ഉപയോഗിച്ചത് ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ അവർക്കറിയാം നമ്മുടെ പാസ്വേഡ് ഏതാന്ന്. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടുപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, യു ആർ നോട്ട് എ റോബോട്ട്. അത് ഞെക്കണം. ഈ പാസ്വേഡ് മറന്നുപോയ ഞാനൊരു റോബോട്ടാണോ എന്ന് സംശയിക്കേണ്ട വലിയ കാര്യമുണ്ടോ? റോബോട്ടാണെങ്കിൽ ഇത് മറന്നുപോവോ? നമ്മൾ അതടിക്കും. അതടിച്ചു കഴിയുമ്പോൾ ക്യാപ്ച എന്ന് പറഞ്ഞൊരു സാധനം വരും. സി ഇങ്ങനെ നിൽക്കുന്നു, കെ ഇങ്ങനെ നിൽക്കുന്നു, ടി ഇങ്ങനെ നിൽക്കുന്നു. ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും. ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും, ഒരു OTP വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റണം എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിക്ഷേപണം പോലെ കൗണ്ട് ഡൗൺ തുടങ്ങും. 50, 49, 48, 47. നമ്മൾ കാത്തിരിക്കുന്നു, OTP വരുന്നില്ല, ടെൻഷനായി. 30, 29, 28, 27, 26. OTP വന്നിട്ടില്ല, ടെൻഷനായി. 20, 19, 18, 17, 16. OTP വന്നിട്ടില്ല, കൊടും ടെൻഷൻ. 10, 9, 8, 7. OTP വന്നിട്ടില്ല. ഓടി ചെല്ലുന്നു, റീസെന്റ് OTP അടിക്കുന്നു. 2 OTPയും കൂടെ ഒന്നിച്ചു വരുന്നു. ഇനിയിപ്പോൾ ഇതിലേതടിക്കണമെന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷൻ. ഇത്രയൊന്നും ടെൻഷൻ എൻ്റെ അച്ഛൻ അടിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് ആ പ്ലാസ്റ്റർ പറഞ്ഞു പോയിട്ട് VIP പെട്ടി വികാസിനെ പൊളിച്ച ആളാണ് പറയുന്നത്, പണ്ട് കളിക്കുന്നതിന് ഭയങ്കര സുഖമാണ്, ഇപ്പം നിങ്ങളൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളത്.